എന്താണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്? നമ്മൾ ചുമയ്ക്കുക അല്ലെങ്കിൽ തുമ്മുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ യൂറിൻ പാസ് ചെയ്ത് പോകുന്നതാണ് ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. ഇപ്പൊ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യൂറിൻ അറിയാതെ പാസ് ചെയ്ത് പോയാൽ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണിത്. സർജറി അല്ലാതെ നോൺ സർജിക്കലായിട്ട് നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വി ഹാവ് ലേസേഴ്സ്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ആൻഡ് എംസെല്ല ചെയർ. ലേസേഴ്സിൽ നമ്മൾ തേർമൽ എനർജി യൂസ് ചെയ്തിട്ട് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുകയും അതേപോലെ യുറീത്രൽ സ്ഫിങ്ക്റ്റർ, ആ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഫിങ്ക്റ്ററിന്റെ സ്ട്രെങ്ത് കൂട്ടുകയാണ് ലേസേഴ്സ് ചെയ്യുക. PRP ഇഞ്ചെക്ഷൻസിൽ നമ്മൾ സ്വന്തം ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്നുള്ള പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എടുക്കുകയും അത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇതിലും കൊളാജൻ പ്രൊഡക്ഷൻ ആണ് നമ്മൾ കൂട്ടുന്നത്. എംസെല്ല ചെയറിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി വെച്ചിട്ട് പെൽവിക് മസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഈ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മളൊരു ഓഫീസ് ബ്രേക്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഹാർഡ്ലി ടേക്സ് ഹാഫ് ആൻ അവർ. പിന്നെ ഇത് കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ്സ് ആയിട്ടും ചെയ്യാം. അതിൽ എത്ര സെഷൻസ് വേണം, എന്ത് കോമ്പിനേഷനാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും ഹിസ്റ്ററിയും ക്ലിനിക്കൽ ഇവാലുവേഷനും ശേഷമാണ് നമ്മൾ തീരുമാനിക്കുക.